ഞാൻ 2000 ആണ്ടിൽ പാരാസിറ്റമോൾ എലിവിഷം എന്ന് പറയുകയും എൻ്റെ കാറിൻ്റെ ഒരു ഓമിനി ഉണ്ടായിരുന്നു, അതിൻ്റെ പുറത്ത് പെട്ടി കൂട്ടി അതിൽ ബോർഡടിച്ച് 2 പാരാസിറ്റമോൾ പൊടിച്ച് ചോറിൽ കുഴച്ച് വെച്ചാൽ 5-8 എലികളെ കൊല്ലാം, 3-4 ദിവസത്തിനുള്ളിൽ 5-8 എലികളെ കൊല്ലാമെന്ന് എഴുതി വെച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇതുപോലുള്ള കെമിക്കലുകളാണ്. നമ്മുടെ ശരീരം ഒരു തെറ്റ്, നമ്മൾ രോഗത്തെ ചികിത്സിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ തെറ്റ്, രോഗത്തിന് മരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ബയോളജിക്കലാണോ കെമിക്കലാണോ? ബയോളജിക്കലാണ്. ബയോളജിക്കലായിട്ട് ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിൽ സൂക്ഷ്മാംശത്തിൽ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ കണ്ടേക്കാം. ആണെങ്കിൽ തന്നെ അത് ബയോ കെമിക്കലാണോ, ഓർഗാനിക് കെമിക്കലാണോ, ഇനോർഗാനിക് കെമിക്കലാണോ? ഓർഗാനിക്കാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ ഫാക്ടം ഫോസ് എടുത്ത് 1/2 കിലോ തിന്നാൽ മതിയായിരുന്നു, അല്ലേ? ആരോഗ്യം ഉണ്ടാക്കാൻ വിശക്കുമ്പോൾ കെമിക്കൽ തിന്നാൻ പറ്റുന്നില്ല എങ്കിൽ അനാരോഗ്യം വന്നു കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമോ? ആരോഗ്യമുള്ളപ്പോൾ പറ്റാത്തത് അനാരോഗ്യമുള്ളപ്പോൾ ചെയ്യാവോ? ആരോഗ്യമുള്ളപ്പോൾ നല്ല മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി ഉച്ചക്ക് വയറ് നിറച്ച് മരുന്നുകൾ എടുത്തങ്ങോട്ട് തിന്നു, എന്ത് പറ്റും? അവിടെ വീണ് ചത്തു. അപ്പം ആരോഗ്യമുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് അനാരോഗ്യമുള്ളപ്പോൾ കഴിക്കാമല്ലേ? ഇതൊരു മണ്ടത്തരോ. നമ്മുടെ ശരീരം ബയോളജിക്കലായതുകൊണ്ട് ബയോളജിക്കൽ ഫോമിലിരിക്കുന്ന കെമിക്കലുകൾ നിങ്ങൾ എടുത്ത് കഴിച്ചു. നിങ്ങൾക്ക് അയൺ കൂട്ടണം, അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പോവല്ലേ, അതിന് സൈഡ് എഫക്ട്സ് ധാരാളം ഉണ്ട്. സൈഡ് എഫക്ട്സ് ഓഫ് അയൺ ടാബ്ലറ്റ് എന്ന് നോക്കിയേ. മേൽവയർ വീർത്തു വേദന, എപ്പിഗ്യാസ്ട്രിക് പെയിൻ, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ, നോസിയ തുടങ്ങിയിട്ട് നിരവധി സൈഡ് എഫക്ട്സ് ആണ് അയൺ ഗുളികയ്ക്കുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചീര കഴിച്ചുകൂടാ? ചീര നന്നായിട്ട് കഴിക്കുക, പൊമഗ്രാനേറ്റ്, ബീട്രൂട്ട്, നെല്ലിക്കയും കൂടെ കഴിക്കണം. കാരണം വൈറ്റമിൻ സി കൂടി ഉണ്ടെങ്കിലേ അയൺ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് സ്ലോ ആണ്, 1-2 ആഴ്ച എടുക്കും. അയൺ ഗുളിക കഴിച്ചാൽ പെട്ടെന്നാണ് കൂടി കിട്ടുന്നത്. പക്ഷേ കരളിന് കേടുവരുത്തും, കിഡ്നിക്ക് കേടുവരുത്തും. അയൺ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അപ്പം തന്നെ നിങ്ങളുടെ ബ്ലഡിൽ കൗണ്ട് കൂടും. പക്ഷെ ഡെത്ത് ഒക്കേഴ്സ് റയർലി എന്നാണ് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത്. അയൺ സോർബിറ്റോൾ ഇഞ്ചക്ഷനിൽ മരണം അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു രോഗത്തിൻ്റെ പേരിൽ മരുന്നിന് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള കെമിക്കലുകൾ എക്സിപ്പിയൻസ് ആയിട്ട്, ബൈൻഡിങ് മെറ്റീരിയലായിട്ട്, ഈ അവലോസുണ്ട പിടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒട്ടിയിരിക്കും, പിടിച്ചിരിക്കും. അതുപോലെ ഈ സ്റ്റാർച്ച് ചെളിയൊക്കെ ഒട്ടിയിരിക്കണമെങ്കിൽ പശയുള്ള ബൈൻഡിങ് മെറ്റീരിയൽ ചേർക്കണം. അത് മറ്റ് ബാക്ടീരിയകളുടെ വർക്ക് നടക്കാതിരിക്കാൻ ആൻറ്റി ബാക്ടീരിയൽ ചേർക്കണം, ഫംഗസ് കയറാതിരിക്കാൻ ആൻറ്റി ഫംഗൽ ചേർക്കണം. എന്തെല്ലാം തരത്തിലുള്ള എക്സിപ്പിയൻസ് ചേർത്താണ് ഈ വിഷക്കുരു നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണില്ല. ദോഷഫലം നോക്കുമ്പോൾ കാണുന്നത് മരുന്നെന്ന് അവർ പറയുന്ന സാധനം ടെസ്റ്റ് ചെയ്തതിൻ്റെ മാത്രമേ എഴുതുകയുള്ളൂ. ഈ എക്സിപ്പിയൻസിൻ്റെ ഒന്നും അവർ എഴുതുകയില്ല. അതുകൊണ്ട് രോഗത്തിന് മരുന്നിന് പോകുമ്പോൾ ഒന്ന്, രോഗകാരണം അവഗണിക്കപ്പെടുന്നു, അതുള്ളിൽ കൂടുന്നു, അതിൻ്റെ ഗതികേട് നിങ്ങൾ തുടർന്ന് അനുഭവിക്കണം. മരുന്ന് കഴിക്കുന്നതോടെ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് കൂടുതൽ അപകടത്തിലേക്ക് നിങ്ങൾ വീഴുന്നു. മരുന്നിൻ്റെ ദോഷഫലങ്ങൾ കൂടെ കിട്ടുന്നു, അത് മറ്റു രോഗങ്ങളായിട്ട് വരുന്നു. 5 കൊല്ലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ ബി പി കൂടും, ബി പിക്ക് മരുന്ന് 5 കൊല്ലം കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, അതിനും കൂടെ മരുന്ന് കഴിച്ചാൽ ഹൃദ്രോഗം കൂടും, 3-4 രോഗത്തിനും കൂടെ മരുന്ന് കഴിച്ചാൽ വലിയ താമസമില്ലാണ്ട് കിഡ്നിയെ ബാധിക്കും, കിഡ്നിക്ക് തകരാറാകും, പാർക്കിൻസൺ പോലുള്ള രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് വരും. അതിനെല്ലാം അവർ മരുന്ന് തരും. പ്രത്യേകിച്ച് വിദേശ കുത്തകകൾ 10,000 കോടി 4,000 കോടി കിംസിന് മുടക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കിംസ് ഇപ്പോൾ വെക്കണ കത്തിയേക്കാൾ 4 ഇരട്ടി കത്തിയെങ്കിലും വെക്കേണ്ടി വരും. ഇപ്പം കിട്ടുന്ന രോഗികളെക്കാൾ 10 ഇരട്ടി രോഗികൾ അങ്ങോട്ട് ചെല്ലേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 4,000 കോടി മുടക്കിയതിൻ്റെ, ഇപ്പം മുടക്കിയതിൻ്റെയും ഇനി മുടക്കുന്ന 4,000 കോടിയുടെയും കൂടെ വരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് ഈ ആശുപത്രികൾ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്? എന്ത് ധൈര്യത്തിലാണ് അവർ 10,000 മുടക്കിയത്? ആതിരുന്ന് ആലോചിച്ചാൽ മതി, രോഗിയാവരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് ചികിത്സ കൊണ്ടൊരു കുഴപ്പം പറ്റിയാലും അടുത്ത ചികിത്സയ്ക്ക്, ഒരു കൊച്ചിൻ്റെ കൈ ഒന്ന് കളിച്ചപ്പോൾ പൊട്ടി പഴുത്ത്, അതിന് ചികിത്സ ചെയ്ത് കൈ മുഴുവൻ മുറിച്ച് കളയേണ്ടി വന്നു,
അപ്പോഴും ആശുപത്രിക്ക് 9 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവിൻ്റെ നിന്ന് കിട്ടി. അല്ലേ? മെഡിക്കൽ ബിസിനസ് തന്നെയാണ് അപ്പോഴും നന്നായത്, കൃത്രിമ കൈവെക്കാൻ. മരുന്ന് കഴിച്ച ഒരാളുടെ കിഡ്നി പോയാൽ, ലിവർ പോയാൽ ആശുപത്രിക്ക് കിഡ്നി പോയാൽ 40 ലക്ഷം 20 ലക്ഷം കിട്ടും. കരളാണ് പോകുന്നതെങ്കിൽ 1 കോടി വരെ അവർ മേടിച്ചെടുക്കും. ചികിത്സാ പിഴവ് അവർക്ക് വലിയൊരു ലാഭമാണ്. അതുകൊണ്ടത് മാറാൻ അവർക്ക് ആഗ്രഹമില്ല. 26 ലക്ഷം പേരാണ് മരുന്ന് കഴിച്ചൊരു കൊല്ലം ലോകത്ത് മരിക്കുന്നത്. പേഷ്യൻ സേഫ്റ്റി ഡേ 2019, 2020 ഓരോ വർഷത്തെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. മരുന്നില്ലാതെ ജീവിക്കാൻ പഠിച്ചാൽ ആരോഗ്യകരമായി ജീവിച്ച് ആരോഗ്യകരമായിട്ട് മരിക്കാൻ പറ്റും. ആയുസ് നീട്ടാമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും, രോഗങ്ങളില്ലാതെ ജീവിച്ച് മരിക്കാൻ സാധിക്കും.